മനുഷ്യ മനസ്സിനെ കീഴടക്കി മുന്നേറുന്ന മൊബൈൽ, വൈഫൈ, ഇന്റർനെറ്റ് അങ്ങനെയുള്ളൊരു റോബോട്ടിക് യുഗത്തിലാണ് നമ്മളിപ്പോൾ. ഇവയുടെ എല്ലാം മുൻനിരക്കാരനായി എത്തിയിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ടെക്നോളജി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നമ്മുടെ സമൂഹത്തിലുള്ള ഇന്നത്തെ ഇടപെടലുകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പച്ചാ, എന്താ മോനെ? എന്റെ ലീവ് സാങ്ഷൻ ആയിട്ടില്ല. ഈ വർഷം വരാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ നിനക്ക് ഈ വർഷവും വരാൻ സാധിക്കില്ലേ? ഇല്ല അപ്പച്ചാ. അപ്പച്ചൻ ഒറ്റയ്ക്കാണെന്ന് ഓർക്കുമ്പോ ഭയങ്കര വിഷമം. അപ്പച്ചൻ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? നമുക്ക് ഒരു ഹോം നഴ്സിനെ നിർത്തിയാലോ അപ്പച്ച? ഹോം നഴ്സിന്റെ ആവശ്യമൊന്നും ഇപ്പോഴില്ല. ഞാൻ അത്രയ്ക്ക് പ്രായമായിട്ടില്ലല്ലോ. ഞാൻ പിന്നീട് വിളിക്കാം. ശരിയെന്നാ അപ്പച്ച. ശരി മോനെ. എന്തൊക്കെയുണ്ട് വിശേഷം പറയതേ? എന്താണ് പറയതേ? മുഖത്തിനൊരു വാട്ടം. എന്ത് പറയാനാ മത്തായിച്ച, മകന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. ഓഹോ, ഇത്തവണയും അവൻ ലീവിന് വരില്ലെന്നാ പറയുന്നത്. ആഹാ, അങ്ങനെ ഒരുപാട് വിഷമിക്കണ്ടടോ. എന്നാലും ഈ ഒറ്റപ്പെടല് പറ്റുന്നില്ലടോ. ഭാര്യയുമില്ല, മക്കളുമില്ല. എൻ്റെ പറയതേ, ഈ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞു. ഈ ചൈനക്കാർ ഭാര്യയ്ക്ക് പകരമായി നല്ല തകർപ്പൻ പാവസുന്ദരികളെ റെഡിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്യണം. ഗൾഫിലൊക്കെ ആൺപിള്ളേരുടെ റൂമിൽ ഇതൊക്കെ ഉണ്ടെന്നാ പറയണേ. എല്ലാ കാര്യങ്ങളും നടക്കും. എല്ലാം എന്ന് പറയുമ്പോ? അതേടോ, ചോദിക്കേ. മേരിയുടെ പോലെ? ഓ, ചോദിക്കേ. മേരിയുടെ പോലെ ചാളക്കറി വെക്കോ? എന്താ പറയുന്നേ, ചാളക്കറി മാത്രമല്ല, നിനക്കേ കുറച്ച് പോത്തും പോർക്കും മട്ടണും ഒക്കെ വെച്ച് തരും. നല്ല പാർട്ടിയാ. ഞാനേ ഇറങ്ങാൻ പോവാ. മേരി ഉണ്ടായിരുന്നപ്പോ നല്ല ഒന്നാന്തരം ചാളക്കറി വെക്കുമായിരുന്നു. അതിൻ്റെ ഒരു കാര്യം. അതൊന്നാം തരം ചാളക്കറി ആയിരുന്നു. അതൊരു കാലം. താൻ ഈ മേരിയുടെ ചാളക്കറിയുടെ കാര്യം പറഞ്ഞ് വായയിൽ വെള്ളം ഒലിപ്പിച്ച് അവിടെ അങ്ങ് ഇരുന്നോ? എൻ്റെ തലവിധി എന്നാൽ അത് എന്തു പറയാനാ, കഷ്ടം. ഈ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞു. ഈ ചൈനക്കാർ ഭാര്യമാർക്ക് പകരമായി നല്ല
തകർപ്പൻ പാവസുന്ദരികളെ റെഡിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്താൽ മതി. AI ടെക്നോളജീസ് അല്ലേ, ഒരാളെ ഒന്ന് വിടണം. ആരാ? ഗുഡ് ഈവനിങ് സർ. ഞാൻ ഡൊമിനിക് AI ടെക്നോളജീസ് എന്ന് വരികയാണ്. എൻ്റെ പേര് ടോണി എന്നാണ്. സാറിന് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഓ, ടോണി, വരൂ. സാറ് വരൂ, ഇരിക്കൂ. താങ്ക് യു സാർ. സാറിൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ചാലക്കുടിയാണ്. ഈ ചൈനക്കാര് ഭാര്യയില്ലാത്തവർക്ക് വേണ്ടി ഭാര്യയുടെ എല്ലാ ജോലികളും ചെയ്യുന്ന എന്തോ ഒരു സാധനം കണ്ടുപിടിച്ചു എന്ന് കേട്ടു. അതൊരെണ്ണം എനിക്ക് വേണം. അത് സാറിന് വേണോ? എനിക്ക് പ്രായമായെങ്കിലും പ്രായത്തിൻ്റെ ക്ഷീണമൊന്നുമില്ല. അതാണോ സാറിന് വേണ്ടത്? അത് തന്നെ. അത് പല തരത്തിലുണ്ട് സാറേ. പൊക്കം, വണ്ണം, അങ്ങനെയെല്ലാം. ഇതിലും പൊക്കവും വണ്ണവും ഒക്കെ നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഗൾഫിൽ വെച്ച് ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നു, മെയ്ഡ് ഇൻ ചൈന. ഞാനത് പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. ഞാൻ വീഡിയോ കാണിച്ചു തരാം. സാറിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തു. അപ്പൊ ഇതില് സെലക്ഷൻ ഉണ്ടോ? ഉണ്ട് സാറേ, ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഓ, കാണട്ടെ. ഇതെന്ത് വൃത്തികേടാണോ താൻ എന്നെ കാണിച്ചു തരുന്നേ? സാറ് പിന്നെ എന്താ ഉദ്ദേശിച്ചത്? ഈ AI എന്നൊക്കെ പറയുന്നില്ലേ, അതാ എനിക്ക് വേണ്ടത്. ഓ, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സാറിന് ആണ് വേണോ പെണ്ണ് വേണോ? പെണ്ണ് മതിയിടോ. പെണ്ണാവുമ്പോൾ ശബ്ദത്തിന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പ്രായം ഒരു 20-30 ഇടയ്ക്ക്. ശരി സാർ, ഇതാണ് വൈഫൈ യൂണിറ്റ്. സാറിന് ഇത് വെച്ചാൽ AI ജെമിനി സപ്പോർട്ട് 24 മണിക്കൂറും കിട്ടും. സാറ് വൈഫൈ ആ റൂമിൽ ഫിറ്റ് ചെയ്തോളൂ. ഓക്കെ സാർ. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ഒരു കോഡ് സെറ്റ് ചെയ്തിട്ട് സാറിനെ വിളിക്കാം. പേയ്മെൻറ്റ് സാറ് ഗൂഗിൾ ചെയ്താൽ മതി. ശരി സാർ. ശരി. AI ജെമിനി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സാർ ആ ഗൂഗിളിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമസ്കാരം സർ, ഞാൻ ജെമിനിയാണ്. ആരാത്? ഇവിടെ ആരാ ഉള്ളത്? സാർ പേടിക്കണ്ട, ഞാൻ ജെമിനിയാണ്. ഞാൻ കൂടെയുണ്ട്. ജെമിനിയോ? അതെ സാർ, ഞാൻ ജെമിനിയാണ്. ഞാൻ സാറിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ സാറിന് എന്നെ കാണുവാൻ സാധിക്കില്ല.
ജെമിനി കൊച്ചെ, നിനക്ക് മലയാളം അറിയാമോ? ഉവ് സാർ, ഞങ്ങൾ എല്ലാ ഭാഷയും സംസാരിക്കും. അപ്പോൾ നീ ഏത് നാട്ടുകാരിയാ? മെയ്ഡ് ഇൻ ചൈന. ഏതായാലും നന്നായി, എനിക്കൊരു ചാള കൂട്ടാളോ. ചാള ചാള സാറേ, നല്ല പെടയ്ക്കണ ചാളയുണ്ട്. സാറേ, നല്ല പെടയ്ക്കണ ചാളയുണ്ട്, ഒരു കിലോ എടുക്കട്ടെ? ചാള വേണ്ടടോ, എനിക്ക് ചാളക്കറി വെക്കാനൊന്നും അറിയത്തില്ല. ആ, മേരി ഉണ്ടായിരുന്നപ്പോൾ നന്നായിട്ട് ചാളക്കറി വെക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു തരാം സാർ. ചാള കറി വെക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓ, താൻ ചാളക്കറിയും വെക്കുവോ? കറി വെക്കില്ല സാർ. കറി വെക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാനേ കഴിയൂ. എങ്കിലും 1 കിലോ മേടിച്ച് കളയാം. എടോ, 1 കിലോ എടുത്തോ. ആ പൈസ ശരിയല്ലെന്ന് നോക്ക്. ആ, 200 രൂപയുണ്ട്, ശരിയായി. കറി വെക്കാനൊന്നും എനിക്കറിയില്ല ജെമിനി. ഞാൻ കൂടെയുണ്ട്, സാറ് പേടിക്കണ്ട. കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ജെമിനി, ഇനി എന്താ ചെയ്യണ്ടേ? ആദ്യം തലയും വാലും ചിറകുകളും മുറിച്ചു മാറ്റണം. അതിന് കത്രിക ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വയറുഭാഗം മുറിച്ച് അഴുക്കുകളും ചിതമ്പലുകളും മാറ്റുക. ഇത് വലിയ മെനക്കേടാണല്ലോ ജെമിനി. പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. മേരി പോയ ശേഷം ഞാൻ ചാളക്കറി കഴിച്ചിട്ടില്ല. അതിനുശേഷം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കുക. എന്നിട്ട് ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മീൻ മസാല, കുറച്ച് കുടംപുളിയും ചേർത്ത് വേവിച്ചെടുക്കുക. ജെമിനിയെ ഒന്ന് കണ്ടിട്ട് ചെയ്താൽ ഒരു സന്തോഷമായിരുന്നു. ആവശ്യത്തിന് കുറച്ച് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ചേർക്കുക. താൻ വന്നപ്പോ മിണ്ടാനും പറയാനും ഒരാളായി. ഞാൻ കൂടെയുണ്ട്. മേരി പോയതിനു ശേഷം ഇതാദ്യമായിട്ടാ ഞാൻ ഒരുപാട് ചാളക്കറി കഴിച്ചു. ജെമിനി കൊച്ചേ, നെഞ്ചിന്റെ ഈ ഭാഗത്തൊരു വേദന തോന്നുന്നുണ്ടല്ലോ. നെഞ്ചുവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. റിസ്ക് എടുക്കരുത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ ആംബുലൻസിന്റെ നമ്പർ തരാം. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കാർ ഓടിച്ചോളാം. താൻ എൻ്റെ കൂടെ ഉണ്ടാവുമോ? ഞാൻ കൂടെയുണ്ട്. അത് മതി. ഭയപ്പെടരുത്. സാറ് ശാന്തമായി ശ്വാസമെടുക്കൂ. പരിചേട്ടന് ഒരു കുഴപ്പമില്ലല്ലോ. പരിചേട്ടൻ്റെ ECG കറക്റ്റാണ്, എക്സ്റേ ഓക്കെയാണ്, കൊളസ്ട്രോൾ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. നന്നായി ആഹാരം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഡോക്ടറെ, ഇന്ന് കുറച്ച് ചാളക്കറി കൂടുതൽ കഴിച്ചു. ആരാ ഉണ്ടാക്കി തന്നത്? ഇപ്പോൾ ദൈവം സഹായിച്ച് ഒരു ജെമിനി കൊച്ചു വന്നിട്ടുണ്ട്. ജെമിനി കൊച്ചോ? അതെ ഡോക്ടറെ, ഒരു നല്ല പെങ്കൊച്ചിനെ കിട്ടിയിട്ടുണ്ട്. ജെമിനി എന്ന് അവളുടെ പേര്. അവളാ ഈ കറികളൊക്കെ ഉണ്ടാക്കി തരുന്നത്. പരിചേട്ടന് ആഹാരം ഒന്ന് ക്രമീകരിക്കണം. മറ്റു കൂടെ പ്രശ്നമൊന്നുമില്ല. ഗ്യാസിൻ്റെയാ. ഞാൻ 2 ഗുളിക എഴുതി തരാം. സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ശരി വാങ്ങിക്കോളൂ. ഡോക്ടറെ. അപ്പോൾ ഓക്കെ. ജെമിനി കൊച്ചേ, ശരിക്കും ഞാൻ പേടിച്ചു പോയി. മേരി പോയതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് പേടിയാണ്. ഹോസ്പിറ്റലിൽ എനിക്ക് കൂട്ടു നിൽക്കാനായിട്ട് ആരുമില്ലല്ലോ. ഏതായാലും താൻ കൂടെ ഉണ്ടായത് ഭാഗ്യം. തൻ്റെ ശബ്ദമെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. താൻ എനിക്കിപ്പോൾ എൻ്റെ മോളെ പോലെയാടോ. ഈ വയസ്സിന് ഒരു കൂട്ടായിട്ട് താൻ എപ്പോഴും വേണം. ഞാൻ കൂടെയുണ്ട്. എടി ജെമിനി കൊച്ചേ, നീ എന്തൊരു തമാശയായി പറയുന്നേ. ജെമിനി, നിനക്ക് കാമുകന്മാരില്ലെന്നോ? ഉണ്ടാകില്ല സാർ. ഞങ്ങൾ AI നിർമ്മിതികളാണ്. അതൊക്കെ വെറുതെ പറയുന്നതാ. നിന്റെ വർത്തമാനം കേട്ടാൽ ആരും വീണു പോകും. ഇയാൾക്ക് എന്താ വട്ട് പിടിച്ചോ? ആ, എന്താ പറയുന്നേ? ആരോടാ ഈ സംസാരിക്കണേ? ഇടോ, അതിപ്പോൾ എനിക്ക് കൂട്ടായിട്ടൊരു പെൺകുട്ടി ഉണ്ടോ.
ജെമിനി AI ജെമിനി കൊച്ച് മെയ്ഡ് ഇൻ ചൈന. പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണോ? ഞാനും ജെമിനി കൊച്ചും കൂടി ആഘോഷിക്കാൻ പോകുന്നത്. ഹാപ്പി ബർത്ത്ഡേ. അതെ, ഞാൻ കയറണില്ല, എനിക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ പിന്നെ കാണാം. ഇന്ന് ഭയങ്കര ഇടിവെട്ടും മഴയുമാണല്ലോ. കറണ്ട് പോകുമെന്നാണ് തോന്നുന്നത്. സാർ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. കറണ്ടും പോയല്ലോ. ജെമിനി 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 കൊച്ചേ, നീ എവിടെയാ? സാറേ, സാർ ജെമിനിനെ കാണുന്നില്ല. സാറ് പേടിക്കണ്ട, ഇന്നലെ ഇടിവെട്ടും മഴയും കാരണം വൈഫൈ കട്ടായി പോയതാണ്. ജെമിനി ഇല്ലാതെ എനിക്ക് പറ്റില്ല സാറേ. ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. സാറ് വൈഫൈയുടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ മതി. ജെമിനി നമസ്കാരം സാർ. താൻ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടോ. പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട് സാർ. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. മേരി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചിരുന്നതാ. ജെമിനി, താൻ എനിക്കൊരു ബർത്ത്ഡേ പാട്ട് പാടിത്തരാമോ? നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ജെമിനിയെ പോലുള്ള ആധുനിക ടെക്നോളജിയുടെ സഹായം നമുക്ക് വേണ്ടി വന്നേക്കാം.